സ്കിന്ന് നമ്മളെ പുറമേ നിന്ന് കവർ ചെയ്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയെ കവർ. അതുപോലെ നമ്മളുടെ ഉള്ളിൽ വായ മുതൽ മലദ്വാരം വരെ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു റോഡ്, അതിനകത്ത് പലതരം ജീവികളും പലതരം ഫങ്ഷൻസും നടക്കുന്നുണ്ട്. അപ്പം അവിടെ ഒരു മുറിവോ എന്തെങ്കിലും വരുന്നാൽ അവിടെ നിന്ന് ബാക്ടീരിയ ഒക്കെ, ഇപ്പം നമ്മൾ സ്കിന്നിൽ മുറിവ് വന്നാൽ ബാക്ടീരിയ ഉള്ളിൽ പോകും, വൈറസ് ഉള്ളിൽ പോകും, ടോക്സിൻസ് ഉള്ളിൽ പോകും എന്ന് പറഞ്ഞാൽ അവിടെയും ഈ സെയിം പ്രോസസ്സ് തന്നെ നടക്കുന്നുണ്ട്. അപ്പം മിക്കവാറും സോറിയാസിസ് പേഷ്യൻസിൽ ഇതിൻ്റെ എല്ലാം നമ്മളുടെ സിസ്റ്റം നമ്മളൊന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. മിക്കവാറും വയറിനകത്തുനിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും സ്കിന്നിലേക്ക് തന്നെ വരുന്നത്. അപ്പം വയറിൽ ലീക്കി കെട്ടെന്നൊക്കെ പറയും. അതായത് നമുക്കിപ്പം ഒരു നമ്മൾ അസിഡിറ്റി വെച്ചിട്ട് അൾസർ ഉണ്ടായി, അപ്പോൾ അവിടെയും നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു ലീഷൻ പോലെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഉള്ളിലേതിനാണെങ്കിൽ നമ്മൾ വാ മുതൽ മലദ്വാരം വരെയുള്ള മ്യൂക്കസ് മെംബ്രെയിനാണ്. സ്കിന്ന് ഹോൾ ബോഡി കവർ ചെയ്യുന്ന പോലെ ഈ മ്യൂക്കസ് മെംബ്രെയിനിൽ വിള്ളലുകൾ, ഈ അൾസറൊക്കെ പോലെ വന്നു കഴിയുമ്പോൾ അതിനകത്തൂടെ ഈസി ആയിട്ട് ബാക്ടീരിയയ്ക്കും വൈറസിനും, ഈവൻ നമ്മൾ ഫുഡ് നമുക്കറിയാമല്ലോ, വയറിനകത്തുള്ളത് ഒട്ടും ക്ലീൻ അല്ല, അവിടെ ഒത്തിരി ബാക്ടീരിയ വൈറസും ഒക്കെ ഉണ്ട്. നമ്മൾ ഛർദിലിനെ ആണെങ്കിലും പുറത്തേക്ക് വരുന്ന എന്തിനേയും നമ്മൾ ഒരു അൺഹൈജീനിക്ക് അല്ലെങ്കിൽ അതൊരു അൺക്ലീൻ ആയിട്ടുള്ള കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനകത്ത് ബാക്ടീരിയയും ഒക്കെ ഉണ്ടാവും. അപ്പം ഇതും അതുപോലെ തന്നെ പ്രോപ്പർലി ഡൈജസ്റ്റഡ് അല്ലാത്ത ഫുഡും ഒക്കെ ഉള്ളിലേക്ക് പോകും. അതും നമ്മളുടെ ഒരു ഈ ഫ്ലെയറപ്പ് വരാൻ, അതായത് സോറിയാസിസ് വരാനും അതിന് കൂടാനും ഒക്കെ കാരണമാകുന്നുള്ളത്.